19 ബഥാനിയയിലെ വിശുദ്ധ മർത്ത. ജെറുസലേമിൽ നിന്നും 3 കിലോമീറ്റർ ദൂരെ ബഥനി എന്ന ഗ്രാമത്തിലാണ് മർത്ത തൻ്റെ സഹോദരൻ ലാസറിൻ്റെയും സഹോദരി മേരിയുടെയും കൂടെ വസിച്ചിരുന്നത്. മർത്തയാണ് ഇവർ 3 പേരിലും മൂത്തത്. മർത്ത ഈശോയെ സ്വീകരിച്ച് സൽക്കരിക്കുന്നതിൽ വ്യാപൃതിയായിരുന്നു. ലാസറിന്റെ മരണശേഷം വീട്ടിലേക്ക് വരുന്ന കർത്താവിനെ സ്വീകരിക്കുന്ന ഭാഗം നമുക്ക് ധ്യാനിക്കാം. മർത്ത ഈശോയോട് ആവലാതിപ്പെട്ട് പറയുന്നു, കർത്താവെ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എങ്കിലും അങ്ങ് ചോദിക്കുന്നതെന്തും ദൈവം നൽകുമെന്ന് എനിക്കറിയാം. ഈശോ അരുളി ചെയ്തു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ മർത്ത അവിടുത്തോട് പറഞ്ഞു, അന്തിമ നാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. മരണമെന്ന യാഥാർത്ഥ്യത്തിന്റെ മുന്നിലാണ് മർത്തായും മറിയവും, ഒരർത്ഥത്തിൽ ലാസറും. കർത്താവ് ആ ഭവനത്തിലേക്ക് കടന്നു വന്നതിന്റെ ഉദ്ദേശം ഇത്ര മാത്രമാണ്. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന വചനത്തിൽ കർത്താവ് ഒരു വലിയ സത്യം ആവർത്തിച്ചു പറയുകയാണ്. തൻ്റെ സഹനവും മരണവും ഉദ്ധാനവും എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പിതാവിൻ്റെ ഹിതമാണെന്ന്. ഞാൻ ഉദ്ധാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും, അഥവാ ഉദ്ധാനം ചെയ്യും. കർത്താവിനോട് അത്രയേറെ ആഴമായ ബന്ധമുണ്ടായതുകൊണ്ട് തന്നെയാണ് മർത്ത തൻ്റെ സഹോദരൻ ലാസറിൻ്റെ മരണത്തിൻ്റെ വേദനയെ പുനരുത്ഥാനനാഥനിൽ പ്രത്യാശ വയ്ക്കുന്നത്. അതിന് സാധിക്കുന്നത് മർത്ത ഉദ്ധിതൻ ഉറങ്ങുന്ന ക്രിസ്തുവിൻ്റെ സാമീപ്യത്തിൽ ഉദ്ധാന രഹസ്യത്തെ ദർശിക്കുന്നു എന്നതുകൊണ്ടാണ്. വിശുദ്ധ മർത്ത നമുക്ക് നൽകുന്ന സന്ദേശം ക്രിസ്തു സ്നേഹം ലാസറിൻ്റെ ഉയർപ്പിലൂടെ ക്രിസ്തു ഉദ്ധാനത്തിൻ്റെ പ്രത്യാശയിലേക്കുള്ള ഹൃദയം നീട്ടലാക്കി നമുക്ക് മാറ്റാം. യേശുവിൻ അമ്മയെപ്പോൾ നീ തിരുവചനം ജീവിതമാക്കി. യേശുവിൻ അമ്മയെപ്പോൾ നീ തിരുവചനം ജീവിതമാക്കി. കഥനം നിറഞ്ഞൊരാ പ്രേഷിത വഴിയിൽ ഈശോ തന്നാശ്വാസമായി വിളങ്ങി. മിന്നി മിന്നി തെളിഞ്ഞ താരകെ ഈശോയുടെ ഏറ്റവും വിശ്വസ്ത സ്നേഹിതയായ വിശുദ്ധ മർത്തായെ, അങ്ങയുടെ സഹായത്തിനായി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അണിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ മർത്തായെ, ലാസറിന്റെ മരണത്തിൽ ദുഃഖിതയായിരുന്നപ്പോൾ കർത്താവിന്റെ സഹായം ലഭിക്കുന്നതിനായി അങ്ങ് പരിശ്രമിച്ചുവല്ലോ. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും എല്ലായ്പ്പോഴും കർത്താവിൽ അഭയം പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മിശിഹായെ ശുശ്രൂഷിക്കുന്ന പോലെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും ആ ശുശ്രൂഷയിൽ മഹത്വം കണ്ടെത്താനും ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവമഹത്വത്തിനായി ഉപയോഗപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ വിശുദ്ധ മർത്തായുടെ മാതൃക അനുസരിച്ച് വിശ്വാസത്തിലും സ്നേഹ മനോഭാവത്തിലും വളർന്നു വരുവാൻ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവാണ് ജീവനും പുനരുദ്ധാനവും എന്നതിനാൽ കർത്താവിനെ അല്ലാതെ മറ്റെല്ലാം നഷ്ടവും നശ്വരവുമായി തിരിച്ചറിഞ്ഞ വിശുദ്ധ മർത്തായെ, ഈ ലോകത്തിലുള്ളവയെ പരിത്യജിച്ച് സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാദളങ്ങൾ വിടർത്തി സേവനം രത്നങ്ങളായി